കഴിഞ്ഞ 2 വീഡിയോകളിൽ OETയുടെ പാർട്ട് എ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ സ്ട്രാറ്റജി എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഒരു എക്സസൈസിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്ന് നോക്കാം. എന്നാലല്ലേ ഞാൻ പറഞ്ഞ കാര്യം നല്ലതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ പറഞ്ഞ ആ എക്സാമ്പിൾ തന്നെയാണ്. പൈക്ക എന്ന പാറ്റയുടെ ഒരു അബ്സ്ട്രാക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതെങ്ങനെ നടത്താം, എങ്ങനെ ആ സ്ട്രാറ്റജിക്കൽ ഇൻകോപ്പറേഷൻസ് നടത്താം എന്ന് നോക്കാം. പാർട്ട് എയ്ക്ക് ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അബ്സ്ട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, റീഡ് ദ ഹെഡിങ്സ്; 2, റീഡ് ദ സബ് ഹെഡിങ്സ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ലൈഡ് ഹെഡിങ്സും സബ് ഹെഡിങ്സും മാത്രമായിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ്സും സബ് ഹെഡിങ്സും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കാൻ പോകുന്ന പാർട്ടയെ കുറിച്ചൊരു ജനറൽ പിക്ചർ, അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാകുമോ എന്ന് പ്രൂവ് ചെയ്യണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. ടെക്സ്റ്റിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് പൈക്കയാണ്. ആ പൈക്ക എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ അണ്ടറിൽ 4 പാർട്ടുകളുണ്ട്, 4 ഡിഫറെന്റ് ടെക്സ്റ്റുകളുണ്ട്. ഈ 4 ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ടെക്സ്റ്റ് എ, ബി, സി ആൻഡ് ഡി, 4 ടെക്സ്റ്റുകളുണ്ട്. ഈ സബ് ടെക്സ്റ്റുകളുടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് എയുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് ഡയഗ്നോസിസ് ആണ്. ടെക്സ്റ്റ് ബി ഹെഡിങ് എന്ന് പറയുന്നത് വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പൈക്ക. ടെക്സ്റ്റ് സി കോംപ്ലിക്കേഷൻസ് ഓഫ് പൈക്ക. ടെക്സ്റ്റ് ഡി there are potential complications of പൈക്ക. അപ്പം ഇത്രയും ഹെഡിങ്സ് വായിച്ചതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ഹെഡിങ്സ് വായിച്ചതിൽ നിന്ന് എന്താണ് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത്? അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാതെ എന്തൊക്കെ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ്, വെദർ ഓർ നോട്ട് വി ആർ ഗെറ്റിംഗ് എൻ ഇൻസൈറ്റ് ഇൻ ടു ഈച്ച് ടെക്സ്റ്റ്, അതാണ് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ വായിക്കാൻ പോകുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് പൈക്കയെ കുറിച്ചാണ്. ഈ പൈക്കയെ കുറിച്ച് വായിക്കുന്ന ടെക്സ്റ്റിന് 4 തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡയഗ്നോസിസ്. അപ്പോൾ നമുക്കറിയാം ടു കൺഫേം ദ ഡിസീസ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒരു കൺഫർമേഷൻ ഓഫ് ദ ഡിസീസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സയൻസ് ആൻഡ് സിംറ്റംസ്. അതുകൂടാതെ ചില ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ടെസ്റ്റുമായിട്ട് റിലേറ്റഡ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ ഒക്കെയാണെങ്കിൽ ടെക്സ്റ്റ് എയിൽ കാണും. ടെക്സ്റ്റ് ബിയിൽ കാണാൻ സാധ്യതയുള്ളത് ദ പ്രസന്റിംഗ് ഫ്യൂച്ചേഴ്സ് ഓഫ് പൈക്ക ഉള്ള ഒരാൾക്ക് വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് എന്ന് കാണിക്കുന്നതായ വാർണിംഗ് സിംറ്റംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്. ടെക്സ്റ്റ് സി എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഓഫ് പൈക്ക. ടെക്സ്റ്റ് ഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ഓഫ് പൈക്ക. ഇത്രയും വായിക്കുന്നത് നമുക്ക് മനസ്സിലാകാം പൈക്കയുടെ കോംപ്ലിക്കേഷൻസിനെ ഈ ടെക്സ്റ്റിൽ 2 തിരിച്ചിട്ടുണ്ട്. ഒന്ന്, കോംപ്ലിക്കേഷൻസ് ഓഫ് പൈക്ക. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മൈനർ കോംപ്ലിക്കേഷൻസ് എന്നും മേജർ കോംപ്ലിക്കേഷൻസ് എന്നും 2 തിരിക്കാം. കാരണം വെച്ചാൽ ടെക്സ്റ്റ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് എന്നാണ്, അല്ലേ? പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സീരിയസ് കോംപ്ലിക്കേഷൻസ്. അപ്പം കോംപ്ലിക്കേഷൻസ് 2 തിരിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും വായിച്ചതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് വിത്തൗട്ട് റീഡിങ് ദ അബ്സ്ട്രാക്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, ഇല്ലേ? അതിനെക്കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്. ടെക്സ്റ്റ് എ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. ടെക്സ്റ്റ് ബി എന്ന് പറയുന്നത് സയൻസ് ആൻഡ് സിംറ്റംസ് ആണ്. സി എന്ന് പറയുന്നത് സിയും ഡിയും എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. സി മൈനർ കോംപ്ലിക്കേഷനും ഡി മേജർ കോംപ്ലിക്കേഷനുമാണ്. ഇനി നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3ഉം 4ഉം 5ഉം 6ഉം സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീഡ് ദ ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡ് ദ കീവേഡ്, അണ്ടർസ്റ്റാൻഡ് ദ സിനോണിംസ് ആൻഡ് ഗെസ് ദ ആൻസർ. ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് ഒരുമിച്ച് ചെയ്യണം. റീഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈറ്റിംഗ് ക്ലേ ആസ് പാർട്ട് ഓഫ് തെറാപ്യൂട്ടിക് പർപ്പസ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കീവേഡ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് കീവേഡ്, ഹൗ ടു
ഐഡൻറ്റിഫൈ ദ കീവേഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉചിതം. ഈറ്റിംഗ് ക്ലേ ആസ് പാർട്ട് ഓഫ് തെറാപ്യൂട്ടിക് പർപ്പസ്. എന്താണ് കീവേഡ്സ്? ഈറ്റിംഗ് ക്ലേ, തെറാപ്യൂട്ടിക് പർപ്പസ്. ഇത് രണ്ടും ഈറ്റിംഗ് ക്ലേ എന്ന് പറയുന്നത് പ്രൈമറി കീവേഡും തെറാപ്യൂട്ടിക് പർപ്പസ് എന്ന് പറയുന്നത് സെക്കൻഡറി കീവേഡും ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൈക്കയെ സംബന്ധിച്ച് ഒരാള് ക്ലേ തിന്നുന്നത് തെറാപ്യൂട്ടിക് പർപ്പസിനാണ് എങ്കിൽ, ഒരു ട്രീറ്റ്മെന്റ് പർപ്പസിനാണ് എങ്കിൽ, അതൊരു നോർമൽ ബിഹേവിയർ ആണോ അബ്നോർമൽ ബിഹേവിയർ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പൈക്ക ഉള്ള ഒരാള് എന്തെങ്കിലും ഒരു തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ക്ലേ തിന്നുകയാണെങ്കിൽ അതൊരു നോർമൽ ബിഹേവിയർ ആണ്, അല്ലേ? അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എവിടെയാണ് കാണാൻ സാധ്യതയുള്ളത്? ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ക്ലേ തിന്നുന്നത് ഒരു നോർമൽ ബിഹേവിയർ ആണ്. ആ ഒരു നോർമൽ ബിഹേവിയർ ആണ് എന്നുണ്ടെങ്കിൽ ഏത് ടെക്സ്റ്റിൽ കാണും? എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ എന്ന് ഗസ് ചെയ്യുക. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഗസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ചില ആളുകൾക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ കൺഫ്യൂഷനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഏതൊക്കെ ടെസ്റ്റിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഇല്ല എന്ന് നമുക്ക് നോക്കാം. ഒരു നോർമൽ ബിഹേവിയർ കാണാൻ സാധ്യതയില്ലാത്ത ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്? എന്തായാലും സിയും ഡിയും കോംപ്ലിക്കേഷൻസ് ആണ്. സിയും ഡിയും കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് അതിൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമുക്ക് അത് രണ്ടും ഒഴിവാക്കാം. പിന്നെ പോയിട്ട് എയും ബിയുമാണ്. എ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്, ബി എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഇവിടെ ഒരു നോർമൽ ബിഹേവിയറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഡയഗ്നോസിസിൽ പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്നോസിസിൽ ഐഡൻറ്റിഫൈയിങ് ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓർ കമ്പയറിങ് ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒരു പാരാമീറ്റർ ആണ്. ഡയഗ്നോസിസിൻ്റെ ഒരു പാരാമീറ്റർ ആണ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സയൻസ് ആൻഡ് സിംറ്റംസ് മെൻഷൻ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ സയൻസ് ആൻഡ് സിംറ്റംസ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു കാര്യം, ഈ ഫാക്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലേ തിന്നുന്നത് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഒരു മെഡിസിനൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് നോർമൽ ബിഹേവിയർ ആണ്, അത് പൈക്ക അല്ല എന്ന് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് എയിൽ സാധ്യതയുണ്ട്. ഈ സെയിം സാധനം തന്നെ ബിയിലും സാധ്യതയുണ്ട്. സയൻസ് ആൻഡ് സിംറ്റംസ് മെൻഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഈറ്റിംഗ്, ഒരാൾ ക്ലേ തിന്നതുകൊണ്ട് പൈക്ക ആകണമെന്നില്ല. അത് ഒരു ഹാബിച്വൽ പ്രോസസ് ആയിരിക്കണം, അല്ലാതെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ക്ലേ തിന്നാൽ അതല്ല. അപ്പം സാധ്യതയുള്ളത് എയിലും ബിയിലുമാണ്. എയിലും ബിയിലും സാധ്യതയുള്ളതിൽ ഇപ്പൊ ഇവിടെ രണ്ടിടത്ത് നമുക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൽ എവിടെയാണ് ഇത് കാണാൻ സാധ്യത കൂടുതലുള്ളത് എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഈ സാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഒരു എത്ര കണ്ട് നമ്മുടെ മെഡിക്കൽ നോളജ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു, ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. നമ്മുടെ കുറേ നാളത്തെ എക്സ്പീരിയൻസ്, നമ്മുടെ കുറേ നാളത്തെ മറ്റ് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള നമ്മുടെ എക്സ്പോഷർ, ഇതൊക്കെ നമ്മളെ ഇതിനു വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു എക്സ്പെർട്ടീസ് അനുസരിച്ച് ഡയഗ്നോസിസിലാണോ സയൻസ് ആൻഡ് സിംറ്റംസിലാണോ ഇത് കാണുന്നതിനുള്ള സാധ്യത കൂടുതൽ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സാധ്യത കൂടുതൽ ആദ്യം ഞാൻ സയൻസ് ആൻഡ് സിംറ്റംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ഇല്ല എങ്കിൽ ഞാൻ എയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് പറയും. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബിക്കാണ്. അപ്പം നമ്മൾ ബി ടെക്സ്റ്റിലേക്ക് പോകണം. ബി ടെക്സ്റ്റിൽ പോയിട്ട് നമ്മളത് വായിക്കാൻ നിൽക്കരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് വേർഡുകളാണ്. ഒന്ന് ഈറ്റിംഗ് ക്ലേ, രണ്ട് തെറാപ്യൂട്ടിക് പർപ്പസ്. ഈ രണ്ട് വേർഡുകൾ അല്ലെങ്കിൽ കീ വേർഡ്സ് നമ്മൾ
അത് മാത്രം ഓവർലുക്ക് ചെയ്തു പോകണം, അത് മാത്രം ഉണ്ടോ എന്ന് ചെയ്യണം. കൺസ്യൂമിങ് ക്ലേ, അതിൻ്റെ സിനോണിംസ് പറയുകയാണെങ്കിൽ കൺസ്യൂമിങ് ക്ലേ എന്നാവാം. തെറാപ്യൂട്ടിക് പർപ്പസിൻ്റെ സിനോണിംസ് നോക്കിക്കഴിഞ്ഞാൽ തെറാപ്യൂട്ടിക് മെഡിസിനൽ പ്രാക്ടീസ് എന്നാകാം, ട്രീറ്റ്മെൻറ്റ് പർപ്പസ് എന്നാകാം. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഏകദേശമായി സിനോണിംസിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ട് അല്ലെങ്കിൽ കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ബിയിലേക്ക് പോവുകയാണ്. ബി ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബി എടുത്താൽ, ടെക്സ്റ്റ് ബി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ട്രീറ്റ്മെൻറ്റ് പർപ്പസ്, ഈറ്റിംഗ് ക്ലേ എന്ന് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇവിടെ ഈറ്റിംഗ് ക്ലേ എന്ന വേർഡ് നമുക്കിവിടെ കിട്ടി. അടുത്ത വേർഡും ഇവിടെ തന്നെ കിട്ടി, മെഡിസിനൽ പ്രാക്ടീസ് എന്നും അവിടെ തന്നെ കിട്ടി. ആ സെന്റൻസ് മാത്രം വായിക്കുക. The ingestion of substances is not a part of culturally supported or socially normative practice. Some example, some cultures promote eating clay as part of medicinal practice. So eating clay as part of medical practice. So the answer is, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ the answer നമ്മളപ്പം ഇവിടെ ബി എന്ന ആൻസർ എഴുതും ഇല്ലേ? ബി ആണ് ആൻസർ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ മൗത്തിങ് ഹാബിറ്റ്സ് ആസ് എ ഡെവലപ്മെന്റൽ സ്റ്റേജ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കീവേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് കീവേഡ്സ്? മൗത്തിങ് ഹാബിറ്റ്സ്, ഡെവലപ്മെന്റൽ സ്റ്റേജ്, ഇത് രണ്ടുമാണ് കീവേഡ്സ്. എഗെയിൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ചെക്ക് ചെയ്തതുപോലെ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതും ഈ ക്വസ്റ്റ്യനും സയൻസ് ആൻഡ് സിംറ്റംസുമായിട്ട് റിലേറ്റഡ് ആണ് ഇല്ലേ? സയൻസ് ആൻഡ് സിംറ്റംസുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് കാണുവാനായിട്ട് സാധ്യതയുള്ളത് എയിലും ബിയിലുമാണ്. എന്തായാലും സിയിലും ഡിയിലും ഇല്ലാതെ കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് അവിടെ കാണാനായിട്ട് യാതൊരു വിധത്തിലും സാധ്യതയില്ല. എയിലാണോ ബിയിലാണോ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതും ഒരു നോർമൽ ബിഹേവിയർ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈറ്റിംഗ് ഹാബിറ്റ്സ് ആസ് പാർട്ട് ഓഫ് എ ഡെവലപ്മെന്റൽ സ്റ്റേജ്. ഒരാൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മൗത്തിങ് ഹാബിറ്റ്സ്, അത് എന്ന് പറയുന്ന ഒരു നോർമൽ ബിഹേവിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു നോർമൽ ബിഹേവിയർ ആയിരുന്നു. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് ബിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലോജിക്ക് വെച്ചാണ് പറയുന്നത്. നിങ്ങൾ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ചിലർക്ക് തോന്നും അതെന്തുകൊണ്ട് എയിൽ കണ്ടുകൂടാ, അവിടെയും ഉണ്ടാവാമല്ലോ. ഉണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കുക, അവിടെ ചെക്ക് ചെയ്യുക. അതിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പോസിബിലിറ്റി എവിടെയാണെന്ന് നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? ഇത് എയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഇത് കാണാൻ സാധ്യതയുള്ളത് എയിലാണ് എന്ന് തോന്നുന്ന ആളുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ എയിൽ തപ്പിക്കൊള്ളുക. കീവേഡ് ഏതാണ്? മൗത്തിങ് ഹാബിറ്റ്സ്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു നോർമൽ ബിഹേവിയർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയത് ടെക്സ്റ്റ് ബിയിൽ നിന്നായതുകൊണ്ട് ഞാൻ ബിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ബിയിലേക്ക് പോകുന്നു. ബിയിലേക്ക് പോയപ്പോൾ മൗത്തിങ് ഹാബിറ്റ്സ്, ഡെവലപ്മെന്റൽ സ്റ്റേജ്. മൗത്തിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നതാണ് ഞാൻ സ്കിം ആൻഡ് സ്കാൻ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് പോകുന്നു, ഓവർലുക്ക് ചെയ്ത്. അപ്പോൾ മൗത്തിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഇവിടെ കിട്ടി. മൗത്തിങ് ഹാബിറ്റ്സ്, മൗത്തിങ് ഒബ്ജക്ട്സ്. അപ്പോൾ ഞാൻ ആ സെന്റൻസ് മാത്രം വായിക്കും. മനസ്സിലായില്ലേ? Under 2 years of age, mouthing objects, putting small objects in their mouth is a normal part of development. ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഒരു നോർമൽ ആക്ടിവിറ്റി ആണ് മൗത്തിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ്, ഞാനപ്പം അതിൻ്റെ ആൻസർ എന്തെഴുതും? ബി എന്ന് അതിൻ്റെ ആൻസർ എഴുതും. അപ്പം സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ബി. മനസ്സിലായോ? ബി എന്നെഴുതും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ ഡിസോർഡർ. കീവേഡ് എന്താണ്? പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ്. പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി വായിച്ചിരുന്നു. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മൈനർ കോംപ്ലിക്കേഷൻസും മേജർ കോംപ്ലിക്കേഷൻസും. പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മേജർ കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എവിടെയായിരിക്കും? ഡിയിലായിരിക്കും. ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡിയിലേക്ക് പോവുകയാണ്. ഡിയിൽ പോയപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹെഡിങ്ങിൽ തന്നെ കിട്ടി. എനിക്ക് ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ എന്ന്. അതുകൊണ്ട് തന്നെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോഷ്യൽ ഗ്രൂപ്പ്സ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ദ കണ്ടീഷൻ. സോഷ്യൽ ഗ്രൂപ്പ്സ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ദ കണ്ടീഷൻ. എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് നോക്കാം. ഇത് സയൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് റിലേറ്റഡ് ആണോ, ഡയഗ്നോസിസുമായിട്ട് റിലേറ്റഡ് ആണോ, കോംപ്ലിക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണോ, എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും
ഇത് റിസ്ക് ഫാക്ടറുമായിട്ട് റിലേറ്റഡ് ആണ്, കോസസുമായിട്ട് റിലേറ്റഡ് ആണ്, ഇല്ലേ? ക്വസ്റ്റ്യൻ കോസസുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ടെക്സ്റ്റിൽ കോസസിനെ കുറിച്ചോ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചോ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഹെഡിങ് അനുസരിച്ച് പറയുന്നില്ല, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് പ്രതിപാദിക്കാൻ, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ച് ഏകദേശമായിട്ടുള്ള ഗ്രാഹ്യം വേണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും സിയിലും ഡിയിലും ഇല്ല, കോംപ്ലിക്കേഷൻസ് ആയിരുന്നല്ലോ. എന്തായാലും അത് രണ്ടും ഒഴിവാക്കാം. എയും ബിയും ഉണ്ട്. സോഷ്യൽ ഗ്രൂപ്പ്സ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ദ കണ്ടീഷൻ. ഏതോ ഒരു സോഷ്യൽ ഗ്രൂപ്പിന് ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഗസ്റ്റ് ആൻസേഴ്സ് നോക്കുന്നത് അത് ഏഷ്യൻസ് എന്നാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ മെൻ എന്നോ വിമൻ എന്നോ ആവാം. ഇനി അതുമല്ലെങ്കിൽ കുട്ടികളിലാണ് കൂടുതൽ എന്ന് പറയുന്നത്, അതൊരു സോഷ്യൽ ഗ്രൂപ്പാണല്ലോ. ചിൽഡ്രൻ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെയാവാം ഇത് കാണാനായിട്ട് സാധ്യതയുള്ളത്. എയിലാണോ ബിയിലാണോ? എന്തായാലും സിയും ഡിയും നമ്മൾ ഇല്ല എന്ന് തീരുമാനിച്ചു, ഒരു അസംഷനാണ്. സിയിലും ഡിയിലും ഇല്ല. എയിലും ബിയിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എ ഡയഗ്നോസിസ് ആണ്, ബി എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ആണ്. ബി എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ എവിടെ കാണും? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ബിയിലായിരിക്കുമെന്ന്, ചിലർക്ക് തോന്നും എയിലായിരിക്കുമെന്ന്. എൻ്റെ ഒരു അസംഷൻ വെച്ചിട്ട് ഞാൻ എന്തായാലും എയിലേക്ക് പോവുകയാണ്. എയിലേക്ക് പോകുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് മോസ്റ്റ് ഗെറ്റ് അഫക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഇവിടെ കിട്ടി. നമ്മുടെ ഒരു കീവേഡ് തന്നെയായിരുന്നു അഫക്റ്റ്. അത് കഴിഞ്ഞിട്ട് പറയാണ് ചിൽഡ്രൻ, അഡോലസൻസ്, അഡൽട്സ്. അപ്പം അതല്ലേ ഒരു സോഷ്യൽ ഗ്രൂപ്പ്. 3 സോഷ്യൽ ഗ്രൂപ്പുകളെ നമുക്കിവിടെ കിട്ടി. ഇനി ജെൻഡേഴ്സ് എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പം 3 സോഷ്യൽ ഗ്രൂപ്പ് കിട്ടി. പൈക്ക can read that sentence. Paika can affect different social groups. So the answer is A. Next question. Complications of pica and its presentation. Complications എവിടെയാണ്? വെരി ഗുഡ്. ആൻസർ എന്ന് പറയുന്നത് സിയിലോ ഡിയിലോ ആയിരിക്കും. സിയിലാണോ ഡിയിലാണോ? സി എന്ന് പറയുന്നത് മൈനർ ആണ്, ഡി എന്ന് പറയുന്നത് മേജർ ആണ്. നമുക്ക് എന്തായാലും സിയും ഡിയും നോക്കാം. ആദ്യം സി തന്നെ ചെക്ക് ചെയ്യാം. ഹെഡിങ്ങിൽ തന്നെ കിടപ്പുണ്ട്. കോംപ്ലിക്കേഷൻസ് ഓഫ് പൈക്ക ആൻഡ് ദെയർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. സോ ദ ആൻസർ ഇസ് സി. വെരി ഗുഡ്. ദ നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ റിസ്ക് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്. കീവേഡ്സ് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. നോക്കേണ്ടത് നോർമൽ ബിഹേവിയർ ആണോ അബ്നോർമൽ ബിഹേവിയർ ആണോ? പൈക്കയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു അബ്നോർമൽ ബിഹേവിയർ ആണ്. അബ്നോർമൽ ബിഹേവിയർ ആണ് എങ്കിൽ പിന്നീട് നോക്കേണ്ടത് ഇത് സൈൻസ് ആൻഡ് സിംറ്റംസ് ആണോ കോംപ്ലിക്കേഷൻ ആണോ? പൈക്കയെ സംബന്ധിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പൈക്ക ഉള്ള കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷൻ അല്ലേ? നമ്മുടെ മെഡിക്കൽ നോളജ് വെച്ച് നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പൈക്കയിൽ ഒരു സൈൻ അല്ല, ഒരു സിംറ്റം അല്ല, പക്ഷേ അതൊരു കോംപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ്? സിയിലോ ഡിയിലോ ആണ്. സിയിൽ മൈനർ കോംപ്ലിക്കേഷനും ഡിയിൽ മേജർ കോംപ്ലിക്കേഷൻസുമാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പൈക്കയിൽ മേജർ ആണോ മൈനർ ആണോ? ഒരു മേജർ കോംപ്ലിക്കേഷൻ തന്നെയാണ്. ആളുകൾ പഠിക്കില്ല, കുട്ടികൾ പഠിക്കില്ല അല്ലേ? അപ്പം അതൊരു മേജർ കോംപ്ലിക്കേഷൻ തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ അത് കാണാൻ സാധ്യതയുള്ളത് എവിടെയാണ്? ഡിയിലാണ്. ഡിയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കീവേഡ് എന്താണ്? ലേണിംഗ് ഡിസബിലിറ്റി എന്നാണ്. സ്കിം ആൻഡ് സ്കാൻ ചെയ്തിട്ട് ലേണിംഗ് ഡിസബിലിറ്റി എവിടെയുണ്ടെന്ന് നോക്കൂ. ഇവിടെ കിടക്കുന്നു ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലേ? ഇവിടെയുണ്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നുള്ളത് അവിടെയുണ്ട്. അപ്പോൾ ആ സെന്റൻസ് വായിക്കാം. certain items such as paint chips may contain lead or other toxic substances, and eating them can lead to poisoning, increasing the child's risk of complications, including learning disabilities and brain damage. So learning disabilities, the risk of learning disabilities, it has been mentioned in D. So the answer is D. The next question. Absence of laboratory test for the disorder. Keyword എന്താണ്? ആബ്സെൻസ് ഓഫ് ലബോറട്ടറി ടെസ്റ്റ്. ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. എവിടെ കാണും ആൻസർ? എയിലാണ് സാധ്യത കൂടുതലുള്ളത്. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആബ്സെൻസ്, ഫസ്റ്റ് ലൈൻ ലബോറട്ടറി ടെസ്റ്റ്, ഫസ്റ്റ് ലൈനിൽ തന്നെ കിട്ടി. നോ ലബോറട്ടറി ടെസ്റ്റ് അല്ലേ? വായിക്കൂ. there are no laboratory tests for pica. So the answer is A.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ലീത്തൽ സൈഡ് ഇഫക്റ്റ് ഓഫ് പൈക്ക? കീവേഡ് എന്താണ്? ലീത്തൽ സൈഡ് ഇഫക്റ്റ്. ലീത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീത്തൽ സംതിങ് വിച്ച് ഈസ് ഡെഡ്ലി. സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിക്കേഷൻ ആണ്. മേജർ ആണോ മൈനർ ആണോ? മേജർ ആണ്. എവിടെ കാണും ആൻസർ? ഡിയിൽ കാണും ആൻസർ. ചെക്ക് ചെയ്യാം ഡിയിൽ ഉണ്ടോന്ന്. കീവേഡ് സെലക്ട് ചെയ്യേണ്ട, നമ്മൾ തപ്പിപ്പോകേണ്ട കീവേഡ് എന്താണ്? ലീത്തൽ സൈഡ് ഇഫക്റ്റ് ആണ്. സ്കിം ആൻഡ് സ്കാൻ ആൻഡ് ലൊക്കേറ്റ് ലീത്തൽ സൈഡ് ഇഫക്റ്റ്. ലീത്തൽ, ലീത്തലിൻ്റെ ലീത്തൽ സൈഡ് ഇഫക്റ്റ് എന്നോ ഡെഡ്ലി സൈഡ് ഇഫക്റ്റ് എന്നോ ഡെഡ്ലി ഇഫക്റ്റ് എന്നോ എന്നൊക്കെ ആയിരിക്കും സാധ്യത. പൊട്ടൻഷ്യലി ലീത്തൽ സൈഡ് ഇഫക്റ്റ് എന്നാണ് ചോദ്യം. ഈ സൈഡ് ഇഫക്റ്റ് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലീത്തൽ സൈഡ് ഇഫക്റ്റ്? റീഡ് ദാറ്റ് സെൻറ്റൻസ്. Certain items such as paint chips may contain lead or other toxic substances, and eating them can lead to poisoning, increasing the child risk of complication including learning disabilities and brain damage. Learning disabilities and brain damage. This is the most concerning and potentially lethal side effect of pica. So what is the lethal side effect of pica? Many students may say that learning disabilities and brain damage. ഇതാണോ ആൻസർ? ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ലീത്തൽ സൈഡ് ഇഫക്റ്റ് ഓഫ് പൈക്ക എന്നാണ്. ഡെഡ്ലി സൈഡ് ഇഫക്റ്റ് ഓഫ് പൈക്ക എന്നാണ്. ലേണിംഗ് ഡിസബിലിറ്റീസ് ഒരു ഡെഡ്ലി സൈഡ് ഇഫക്റ്റ് ആണോ? അല്ല. അപ്പം എന്തുകൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന ആൻസർ എഴുതിയാൽ ശരിയാകുമോ? ഇല്ല. അപ്പം അത് റോങ് ആൻസറാണ്. പിന്നെ എന്തായിരിക്കും ആൻസർ? ബ്രെയിൻ ഡാമേജ് എന്ന് മാത്രമേ ആൻസർ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പം ആൻസർ ബ്രെയിൻ ഡാമേജ്. ക്ലിയർ ആയോ? അടുത്ത ആൻസർ, അടുത്ത ക്വസ്റ്റ്യൻ. വേർ ഡസ് ദ ഇൻജെക്ഷൻ ലീഡ് ടു ഇൻഫെക്ഷൻ? വെയർ ഇൻഫെക്ഷൻ എവിടെ ഉണ്ടാകും? ഇൻജെക്ഷൻ മൂലമുള്ള, ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈറ്റിംഗ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ എവിടെ ഉണ്ടാകും എന്നാണ് ചോദ്യം. വെയർ. സോ വെയർ എന്ന് പറഞ്ഞാൽ പൈക്ക ഉള്ള ആൾ എന്തെങ്കിലും കഴിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എവിടെയാണ്? ആദ്യം തന്നെ ഗസ് ചെയ്യുക. ഒരാൾ എന്തെങ്കിലും ആവശ്യമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എവിടെയാണ്? നമ്മുടെ GI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗത്തായിരിക്കും, അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അഫക്റ്റ് ചെയ്യുക? പ്രൈമറിലി അത് അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനാണ്, കിഡ്നിക്ക് അഫക്റ്റ് ചെയ്യാം. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ആൻസറുകളാണ് എന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന രീതിയിൽ നമുക്കറിയാം. അടുത്തത്, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? എവിടെ കാണും ഈ ആൻസർ? ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സൈൻ ആണോ, സൈൻസ് ആൻഡ് സിംറ്റംസ് ആണോ, കോംപ്ലിക്കേഷൻ ആണോ എന്നാണ് നോക്കേണ്ടത്. പൈക്കയെ സംബന്ധിച്ച് ഇൻഫെക്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സിവിയർ ഫോമിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോംപ്ലിക്കേഷനാണ്. കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അത് മൈനർ ആണോ മേജർ ആണോ എന്നുള്ളത് ഡിപ്പെൻസ്. ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് മൈനറോ മേജറോ ആകാം. ഏത് ഓർഗൺ ആണോ അഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഓർഗൺ ഏതാണോ അതനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റിക്കും വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? അപ്പം സിയിലും ഡിയിലും അതിന് ആൻസറിന് പോസിബിലിറ്റീസ് ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം സി നോക്കാം. സി നോക്കിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അത് ഇവിടെ ഇൻഫെക്ഷൻ എന്തുണ്ട് വായിച്ചു നോക്കുക. ഇൻഫെക്ഷൻ മോസ്റ്റ് കോമൺലി ടോക്സോകാരിയോസിസ് ഫീവർ. സോ ഇവിടെ ഇൻഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഇൻഫെക്ഷൻ എവിടെയാണ്, വെയർ ഈസ് എ ഇൻഫെക്ഷൻ എന്ന് പറയുന്നില്ല. അപ്പം നമുക്ക് സി അവോയ്ഡ് ചെയ്യാം. അടുത്തത് എവിടെ കാണും? അടുത്തത് നമുക്ക് പിന്നെ നോക്കാനുള്ളത് ഡിയിലാണ്. ഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്യേണ്ട വേർഡ് ഏതാണ്? സ്കിം ആൻഡ് സ്കാൻ ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്തു ഇൻഫെക്ഷൻ, ലൊക്കേറ്റ് ഇൻഫെക്ഷൻ വേർ ഇറ്റ് ഈസ്. നമുക്ക് നോക്കിയപ്പം ഇവിടെ കാണാം, നമുക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന വേർഡ് ഇവിടെയുണ്ട്, ഇല്ലേ? ഇൻഫെക്ഷൻ ഇവിടെയുണ്ട്. അവിടെ ഇൻഫെക്ഷൻ ഉള്ള സ്ഥിതിക്ക് read that sentence. Bacteria or parasites from dirt or other objects can cause serious infections. Some infections can damage kidneys or liver. നമ്മുടെ ഗസ്റ്റ് ആൻസറും ആയിട്ട് സ്യൂട്ടായിട്ട് വരുന്നുണ്ടോ?
നമ്മുടെ മെഡിക്കൽ നോളജ് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് റൈറ്റ് ആയിട്ട് വരുന്ന രീതി കണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു നോക്കൂ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എവിടെയാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്? അപ്പം ആൻസർ എന്താണ്? കിഡ്നീസ് ഓർ ലിവർ. കണ്ടോ ആൻസർ? കിഡ്നീസ് ഓർ ലിവർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് 10th ക്വസ്റ്റ്യൻ ആണ് വായിക്കുക. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡസ് ദ അഫക്റ്റഡ് കൺസ്യൂം? കീവേഡ് എന്താണ്? കൈൻഡ് ഓഫ് ഫുഡ്. അഫക്റ്റഡ് കൺസ്യൂം. അസുഖം വന്ന ആളുകൾ കഴിക്കുന്ന തരത്തിലുള്ള ഫുഡുകൾ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ദേ ഈറ്റ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ കാണാൻ സാധ്യതയുള്ളത് ഏത് ടെക്സ്റ്റിലാണ്? ഏതൊക്കെ ടെസ്റ്റിൽ കാണില്ല എന്ന് ആദ്യം പറയും. എന്തായാലും കോംപ്ലിക്കേഷൻ ഇല്ല. സിയിലും ഡിയിലും കാണാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ സാധ്യതയുള്ളത് എയിലും ബിയിലുമാണ്. അത് ടൈപ്പ് ഓഫ് ഫുഡ്, എന്ത് തരത്തിലുള്ള ഫുഡാണ് അവർ കഴിക്കുക എന്നത് പറയാനായിട്ട് നമ്മൾ ഒരു ലോജിക്ക് അനുസരിച്ച് എ എന്ന് പറയുന്ന ഡയഗ്നോസിസും ബി എന്ന് പറയുന്നത് സയൻസ് ആൻഡ് സിംറ്റംസും ആയതുകൊണ്ട് ഈക്വലി രണ്ടിടത്തും കാണുന്നതിനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇത് ഡയഗ്നോസുമായിട്ട് സംടൈംസ് റിലേറ്റഡ് ആവാം, സയൻസ് ആൻഡ് സിംറ്റംസുമായിട്ട് വേണമെങ്കിലും റിലേറ്റഡ് ആവാം. നമ്മുടെ ഒരു ലോജിക്ക് അനുസരിച്ച്, നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മുൻതൂക്കം കൊടുക്കാൻ സാധ്യത എവിടെയാണ് എന്ന് നമുക്ക് തോന്നുന്നിടത്ത് നമുക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ആദ്യം എയിലേക്ക് പോവുകയാണ്. ടൈപ്പ് ഓഫ് ഫുഡ് ദേ ഈറ്റ് എന്നതാണ് ചോദ്യം. ഇവിടെ ഫുഡ് ദേ ഈറ്റ്, ഇവിടെ ഒരു ഇൻട്രഡക്ടറി ലൈനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ ഫുഡ് എന്ന് പറയുന്ന കീവേഡ് നമുക്ക് കിട്ടി. അപ്പം ആ സെൻറ്റൻസ് വായിക്കുക. Is an eating disorder that involves eating items that are not typically thought of as food and that do not contain significant nutritive value. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് അവിടെ ഇൻട്രൊഡക്ഷനിൽ മാത്രമേ പറയുന്നത്. വേറെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നോൺ ഫുഡ് എന്ന് പറയുന്നുണ്ട്. കാർവിങ് നോൺ ഫുഡ് ഐറ്റംസ് അവിടെയും കൂടെ വായിക്കാം. Those who are pregnant and carving non food items should only be diagnosed with pica. നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ദേ ഈറ്റ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ തോന്നുന്നുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ഫുഡ്? നമുക്ക് ഒരുപക്ഷെ ഇവിടെ തോന്നിയേക്കാം സച്ച് ആസ് ഹെയർ, ഡേർട്ട്, പെയിൻറ്റ്, ഇതൊക്കെ ആൻസർ ആയിട്ട് തോന്നുന്നതിന് സാധ്യതയുണ്ട് അല്ലേ? ഇതൊരു ടൈപ്പ് ഓഫ് ഫുഡാണോ, ഒരു കാറ്റഗറി ഓഫ് ഫുഡാണോ? ഒരു കാറ്റഗറി ചെയ്തിട്ട് നമുക്ക് എഴുതുന്നതിന് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ബിയിൽ കൂടെ നോക്കുക. ഫുഡ്, ടൈപ്പ് ഓഫ് ഫുഡ്, പെർസിസ്റ്റൻ്റ് ഈറ്റിംഗ്, ഇവിടെ ഫുഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ വായിക്കും. The persistent eating over a period of at least 1 month of substances that are not food and do not provide nutritive value. ഈ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കും. ഇവിടെയും പറയുന്നുണ്ട് ന്യൂട്രീറ്റീവ് വാല്യൂ. എയിൽ പറയുന്നു ഇല്ലേ, ന്യൂട്രീറ്റീവ് വാല്യൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ന്യൂട്രീറ്റീവ് വാല്യൂ തിരിച്ച് ബിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും പറയുന്നു ഡു നോട്ട് പ്രൊവൈഡ് ന്യൂട്രീറ്റീവ് വാല്യൂ എന്നവിടെ പറയുന്നുണ്ട്. ഡു നോട്ട് പ്രൊവൈഡ് ന്യൂട്രീറ്റീവ് വാല്യൂ എന്ന് അവിടെയും പറയുന്നുണ്ട്. സോ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ദേ ഈറ്റ്? അപ്പം ആൻസർ എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് എന്താകാനാണ് സാധ്യത? നോൺ ന്യൂട്രീറ്റീവ് ഫുഡ് എന്ന് പറയാം, വിത്തൗട്ട് ന്യൂട്രീഷൻ എന്ന് പറയാം അല്ലേ? വിത്തൗട്ട് ന്യൂട്രീഷൻ. ഡു നോട്ട് പ്രൊവൈഡ് ന്യൂട്രീഷണൽ വാല്യൂ എന്നാണ്. വിത്തൗട്ട് ന്യൂട്രീഷൻ എന്ന ആൻസർ നമുക്ക് എഴുതാം. നോൺ ന്യൂട്രീഷ്യസ് ഫുഡ്. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ്? നോൺ ന്യൂട്രീഷ്യസ് എന്ന് ആൻസർ നമുക്ക് എഴുതാം. സോ ദ ആൻസർ ഇസ് നോൺ ന്യൂട്രീറ്റീവ്. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ഇത് ഏകദേശം അരമണിക്കൂറോളമുള്ള ഒരു ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.